ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അതായത് ഇപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നടക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഈ തമ്പനെയിൽ കാണിച്ച പോലെ ഒരു 5 മാജിക് ഡ്രിങ്ക്സിൻ്റെ കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഇപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള എക്സസൈസ്, പലതരത്തിലുള്ള ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്കൊരു മാറ്റം തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു 5 ഡ്രിങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് മതി. ഏതെങ്കിലും ഒരു ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മന്ത്സ് ഫോളോ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്ന ഈ ഒരു 5 ഡ്രിങ്കിൽ ഒരു ഡ്രിങ്ക് ഒരു മാസം ട്രൈ ചെയ്ത് നോക്കുക, അടുത്തൊരു ഡ്രിങ്ക് അടുത്തൊരു മാസം ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ അടുത്തൊരു ഡ്രിങ്ക് അടുത്തൊരു മാസം ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ഡ്രിങ്ക്സ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന എല്ലാ ഡ്രിങ്ക്സും മാറി മാറി ഓരോ മന്തിലായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 16 kgs വെയിറ്റ് ഞാൻ ലൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഡ്രിങ്ക്സ് മുടങ്ങാതെ എൻ്റെ എല്ലാ ഡേയിലും ഞാൻ ഈ ഡ്രിങ്ക്സ് ഏതെങ്കിലും ഒരു ഡ്രിങ്ക് മുടങ്ങാതെ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡ്രിങ്ക് എടുക്കുകയാണെങ്കിൽ ആ ഡ്രിങ്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നിങ്ങൾ കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ 21 ഡേയ്സിനെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ഒരു ഡ്രിങ്ക് കുടിക്കണം. ഏത് ഡ്രിങ്കാണ് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഈ 5 ഡ്രിങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 21 ഡേയ്സിൽ കുടിക്കണം. പിന്നെ നിങ്ങൾക്ക് ആ ഡ്രിങ്ക് മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ അടുത്തൊരു 21 ഡേയ്സിന് അടുത്ത ഡ്രിങ്ക്. അല്ലാതെ ഒരു ദിവസം ഈ ഡ്രിങ്ക് അടുത്ത ദിവസം വേറെ ഡ്രിങ്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. ഒരു സംഭവം ചെയ്യുവാണെങ്കിൽ കൺസിസ്റ്റൻസി വേണം. ഒരു 21 ദിവസം ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ ബിഫോർ വെയിറ്റ് എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ അടുത്ത 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതുപോലെ ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രിങ്ക്സ് ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് ലൂസ് ചെയ്യും. എനിക്കാണെങ്കിൽ ഭയങ്കര ബെല്ലി ഫാറ്റ് ആയിരുന്നു. ഇപ്പം എൻ്റെ ബെല്ലി അത്യാവശ്യം വെയിറ്റൊക്കെ പോയി, ബെല്ലി ഫാറ്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഓരോ ഡ്രിങ്ക്സും കൂടുതലായിട്ടും ബെല്ലി ഫാറ്റിനാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണേ. പക്ഷേ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഷ് ഗോഡ് വാട്ടർ കുടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റൊക്കെ കുറയുന്നു. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കുറേ പേര് ബെല്ലി ഫാറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓർത്തു, ഇതുപോലെ ഞാൻ ഇനിയും വേറെ ഡ്രിങ്ക്സും ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രിങ്ക്സിൻ്റെ കൂടെ റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാതെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നോക്കുമ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടും. കാരണം ഞാൻ അനുഭവസ്ഥയാണ്, എനിക്ക് നല്ലപോലെ 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ ഇതെല്ലാതും ഒരു ഡയറ്റീഷ്യൻ്റെ കീഴിൽ നിന്നാണ് ഞാൻ ഇതെല്ലാ റെസിപ്പീസും കാര്യങ്ങളും എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് റിസൾട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യത്തില്ല. പലരുടെയും വിചാരം നമ്മൾ ചുമ്മാ വന്ന് തള്ളി മറിക്കുന്നതാണെന്നാണ് വിചാരം. പക്ഷെ ഞാൻ മുൻപ് എങ്ങനെ ഇരുന്നിരുന്നുള്ള പിക്ചേഴ്സ് എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഇത്രയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്രയൊരു വെയിറ്റിലിരിക്കുന്നത്. മുൻപ് ഞാൻ ഇങ്ങനെയൊന്നല്ല ഇരുന്നിരുന്നത്. ഇപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പോലും കിട്ടുന്നത് ഞാൻ കുറച്ച് വെയിറ്റ് ലൂസ് ആയതുകൊണ്ട് മാത്രമാണ്. ഇല്ല, ഞാൻ പഴയ പോലെ ഇരുന്നിരുന്നെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുക്കാനോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാനോ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ വരാനോ ഒന്നിനുള്ള ഒരു ഗട്ട്സ് ഉണ്ടായിരുന്നില്ല. ഈവൻ എൻ്റെ ഫേസ് പോലും ഇങ്ങനെയല്ല ഇരുന്നിരുന്നത്. ഭയങ്കര പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ എൻ്റെ ലൈഫ് സ്റ്റൈലും എൻ്റെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ മാറ്റി ഞാൻ വെയിറ്റ് ലോസ് ആയതോടുകൂടെ എൻ്റെ സ്കിന്നും ക്ലിയറായി. അത്യാവശ്യം എൻ്റെ സ്കിൻ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ പോയി. അപ്പം നിങ്ങൾ ഈ പറയുന്ന രീതിക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗോളിൽ ഐഡിയൽ വെയിറ്റിലൊക്കെ എത്താൻ പറ്റും. അതിൽ ഫസ്റ്റ് ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയുള്ള ഡ്രിങ്ക്സാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. 1-2 ഐറ്റംസ് മേ ബി ഇല്ലെങ്കിൽ മേടിക്കേണ്ടി വരും. പക്ഷേ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രിങ്ക്സാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉള്ള ഡ്രിങ്ക്സ് മാത്രം നിങ്ങൾ പ്രിഫർ ചെയ്ത് അതിൽ നിന്ന് കുടിച്ചാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറയട്ടെ, ഞാനിത് എല്ലാവരുടെ അടുത്തും ട്രൈ ചെയ്ത് നോക്കാൻ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾ ആരുടെ അടുത്തും.
കാരണം പലരും വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഹാംഫുൾ ആയിട്ടുള്ളതോ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ളതോ കെമിക്കൽ ആയിട്ടുള്ളതോ ഒരു ഐറ്റവും ഇല്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ നിങ്ങൾക്ക് ഒരു കുഴപ്പം വരുന്ന ഒരു റെസിപ്പീസും ഞാൻ ഷെയർ ചെയ്യാറില്ല. സോ ഞാൻ ആരെയും ഫോഴ്സും ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങളുടെ ബോഡിക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ട്രൈ ചെയ്ത് ഇപ്പോൾ ആര് ട്രൈ ചെയ്ത് നോക്കിയാലും ഒരു നെഗറ്റീവ് എഫക്ട്സ് വരുന്ന ഒരു സാധനവും ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ കൂടുതൽ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ബിഫോർ ജമ്പ് ഇൻ ടു ദ വീഡിയോ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ നോട്ടായിട്ട് പറയാനുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് മാത്രം ഇടാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ കാണാതെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള. ഈ വീഡിയോ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന എന്നെപ്പോലത്തെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഹെൽത്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള വീഡിയോ ആണ്. അവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് ലെമൺ ജിഞ്ചർ ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് ഫസ്റ്റത്തെ. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് വാം വാട്ടർ തിളപ്പിച്ചാറ്റിയ വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓഫ് ലെമൺ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം വെക്കുക. അതിനുശേഷം ജിഞ്ചർ ഗ്രേറ്റഡ്, അതായത് ഉരച്ചിങ്ങനെ എടുത്ത ജിഞ്ചർ ഉണ്ടല്ലോ, അതൊരു 3-4 സ്ലൈസ് ഉരച്ച ജിഞ്ചറും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി കൂടെ ചേർക്കാം. ഹണി ഓപ്ഷണൽ ആണ്. ചെറുതാൻ കിട്ടുമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അല്ലാതെ ഹണിയിലൊക്കെ ഷുഗർ കണ്ടന്റ് കൂടുതലുണ്ട്. നാച്ചുറൽ ഹണി ആണോ എന്ന് അറിയില്ല. വേണമെങ്കിൽ ഒരു സ്പൂൺ ഹണി ഫോർ എ ടേസ്റ്റ് നിങ്ങൾക്ക് ചേർക്കാം. മിക്സ് ചെയ്യുക, ഡ്രിങ്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഡ്രിങ്കുകളൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഫസ്റ്റ് നിങ്ങളുടെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു ഗ്ലാസ് വെള്ളം എന്തായാലും കുടിക്കണം. ആ വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കാൻ പാടുള്ളൂ. അത് ഇനി ഞാൻ പറയാൻ പോകുന്ന ഏത് ഡ്രിങ്ക് ആണെങ്കിലും അങ്ങനെ ചെയ്യാവുള്ളൂ. പക്ഷേ എംപ്റ്റി സ്റ്റൊമക്ക് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് വേണം ഈ ഡ്രിങ്ക് എടുക്കാനായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രിങ്ക് നമ്മൾ ഡെയിലി കുടിക്കുവാണെങ്കിൽ നമ്മുടെ ഡൈജഷന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമുക്കിങ്ങനെ വയറിങ്ങനെ ബും നായ പോലെ തോന്നൂലേ, ലൈക്ക് വയർ ഭയങ്കരമായിട്ട് നിറഞ്ഞു. നമ്മൾ ചിലപ്പോൾ കുറച്ച് ഫുഡേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നമ്മുടെ വയറിങ്ങനെ ഭയങ്കരമായിട്ട് വന്ന് വീർത്ത് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഡ്രിങ്ക് നമ്മൾ ഡെയിലി കുടിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തേയില്ല. നമ്മുടെ ഡൈജഷനെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലോട്ടിങ്, വയറിങ്ങനെ വന്ന് ഗുമ്മെന്ന് നിൽക്കാത്ത ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കും. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മുടെ ഡൈജഷൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം നല്ലപോലെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഡ്രിങ്ക് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഡ്രിങ്ക് ട്രൈ ചെയ്തോളൂ. നല്ലതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇറിറ്റേഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ടേസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സോ പിന്നെ നിങ്ങൾക്ക് ലെമൺ ജ്യൂസിനോട് അലർജിക് അല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഡ്രിങ്ക് ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന ഏതെങ്കിലും ഡ്രിങ്ക് കുടിച്ചാൽ മതി. ലെമൺ ജ്യൂസ് ഓക്കെയാണ്. ചിലർക്ക് ലെമൺ ജ്യൂസ് കുടിക്കുമ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരിക, അങ്ങനത്തെ ചിലവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഡ്രിങ്ക് പ്രിഫർ ചെയ്യേണ്ട. ഇനി നമ്മുടെ സെക്കൻഡ് ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ വിത്ത് സിനമൺ. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ സിനമൺ എന്ന് വെച്ചാൽ കറുവപ്പട്ട, ഒരു കറുവപ്പട്ട എടുത്തിട്ട് ആ ഗ്ലാസ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുക. 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ആഫ്റ്റർ 5 മിനിറ്റ്സ് നമ്മൾ കുറച്ച് ഗ്രീൻ ടീയും കൂടെ ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ട്, അതായത് നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ, അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് രണ്ടും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് അത് ലൈക്ക് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളം മാത്രം കുടിക്കുക. അതായത് ഗ്രീൻ ടീയും സിനമണും ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് നമ്മൾ കുടിക്കുക. അതും ഇങ്ങനെയാണ്, ലൈക്ക് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം വേണം ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് എംപ്റ്റി സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വെള്ളം കുടിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതും അങ്ങനെ തന്നെ വേണം കുടിക്കാനായിട്ട്. ഇത് നമ്മളെ ഫാറ്റ് ബേൺ ചെയ്യാൻ നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. കറുവപ്പട്ടയ്ക്ക് ഫാറ്റ് ബേൺ ചെയ്യാനുള്ള നല്ല കഴിവുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫാറ്റ് ബേണിങ്ങിന് നല്ലപോലെ സഹായിക്കും. നമ്മൾ രാവിലെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുൻപ് ഇത് കുടിക്കുകയാണെങ്കിൽ എക്സസീവ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് കുറയും. ഫാറ്റ് ബേണിങ്ങിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് ഈ ഗ്രീൻ ടീ വിത്ത് സിനമൺ ഡ്രിങ്ക്. ഇനി ഗ്രീൻ ടീ ഇഷ്ടമല്ലാത്തവർക്ക് സിനമൺ ഡ്രിങ്ക് മാത്രമായിട്ടും കുടിക്കാം, ഗ്രീൻ ടീ മാത്രമായിട്ടും കുടിക്കാം. പക്ഷേ ഗ്രീൻ ടീ വിത്ത് സിനമൺ ആയിട്ട് കുടിക്കുമ്പോൾ നല്ലപോലെ ഫാറ്റ് ബേണിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക്
ഇനി ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഡ്രിങ്ക് നല്ലപോലെ കുടിക്കാവുന്നതാണ്. കാരണം അവർക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രിങ്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡ്രിങ്ക് പറ്റാത്ത ആൾക്കാർ ഈ സെക്കൻഡ് ഡ്രിങ്ക് ചൂസ് ചെയ്തോളൂ. നല്ല ബെസ്റ്റ് ഡ്രിങ്കാണ്. നല്ല പോലെ നമ്മുടെ ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടി നമ്മളൊരു 3 മാസമൊക്കെ ഈ ഡ്രിങ്ക് അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് നല്ലപോലെ റെഡ്യൂസ് ആവുന്ന ഉറപ്പാണ്. കാരണം അനുഭവസ്ഥയാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ കുടിക്കാം. ഒരു ദിവസം ഫുള്ളും കുടിക്കാം ഈ ഡ്രിങ്ക്. നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾക്ക് നോർമൽ വാട്ടർ കുടിക്കാൻ തോന്നൂലേ? അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എടുത്ത് കുടിക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 2 ലിറ്റേഴ്സ് 1 ലിറ്ററോ 2 ലിറ്ററിൻ്റെ ഒരു ജഗ് എടുക്കുക. അതിലേക്ക് 2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എടുക്കുക. എന്നിട്ട് ഒരു ഫുൾ കുക്കുംബർ സ്ലൈസ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ വെള്ളത്തിലോട്ട് ഇടുക. അതുപോലെ തന്നെ ഒരു 5-6 മിൻറ്റ് ലീഫും കൂടെ ആ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ഫുൾ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടോ ഇടാം. ഒരു ഹാഫ് എടുത്ത് സ്ക്യൂസ് ചെയ്തിട്ടും ഒരു ഹാഫ് എടുത്ത് സ്ലൈസ് ചെയ്തിട്ടും വേണമെങ്കിൽ ആ വെള്ളത്തിലോട്ട് ഇടാം. എന്നിട്ട് നിങ്ങൾ ഈ എല്ലാം കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല സ്റ്റിർ ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെച്ച്, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ, അതായത് നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ എടുത്ത് ഇത് കുടിക്കാവുന്നതാണ്. ഇത് ബെസ്റ്റ്. നമ്മൾ നോർമൽ വെള്ളം കുടിക്കുന്നതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് കുടിക്കാം. എന്തൊക്കെയായിരുന്നു? ഒരു 2 ലിറ്റർ ഓഫ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലോട്ട് ഒരു ഫുൾ കുക്കുംബർ സ്ലൈസ് ചെയ്തിടുക. അതുപോലെ തന്നെ ഒരു 5-6 മിൻറ്റ് ലീഫും കൂടെ ക്രഷ് ചെയ്തിടുക. പിന്നെ ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തിട്ടും ഹാഫ് ലെമൺ സ്ലൈസ് ചെയ്തിട്ടും ഇടുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യുക. നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് കുടിക്കുമ്പോൾ ത്രൂ ഔട്ട് ദ ഡേ രാവിലെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് വെള്ളം ദാഹിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ വെള്ളം എടുത്ത് കുടിക്കാം. ഈ ഡ്രിങ്കിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ഈ ഡ്രിങ്ക്. അതായത് നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി നല്ല പോലെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. നമ്മുടെ വാട്ടർ കണ്ടന്റ് ഒക്കെ നോർമലി പോയിട്ട് നല്ല പോലെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബോഡി വെയിറ്റ് ലോസിൽ ഇരിക്കുന്ന സമയത്ത്. നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡി നല്ല പോലെ ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഡ്രിങ്കാണ് ഇത്. നമ്മൾ ദാഹിക്കുമ്പോൾ എടുത്ത് കുടിച്ചാലും നല്ല പോലെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വയറിങ്ങനെ എന്തെങ്കിലും കഴിച്ച ഉടനെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ആ ഒരു ഫിനോമിന ഉണ്ടല്ലോ, ഇത് കുടിക്കുമ്പോൾ അത് ഉണ്ടാവില്ല. പിന്നെ ഇത് ലോ കലോറി അപ്പിറ്റേറ്റ് ആയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യും. അതായത് നമുക്കിത് ഈ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോർമൽ വെള്ളത്തിന് പകരം ഈ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അധികം വിശക്കില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പ്രവണത വരും. പക്ഷേ നമ്മൾ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് അധികം വിശക്കില്ല. അപ്പം നമ്മൾ എന്താവും, നമ്മുടെ ശരീരത്തിൽ അപ്പം നമ്മൾ ലോ കാലറി മാത്രമേ കൊടുക്കുകയുള്ളൂ. നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാളും വളരെ കുറച്ച് ഫുഡ് മാത്രമേ നമ്മളിപ്പോൾ ഈ സമയത്ത് കഴിക്കുകയുള്ളൂ. ഈ വെള്ളം ഡെയിലി കുടിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് ഫുഡേ നമ്മൾ കഴിക്കുകയുള്ളൂ. അതായത് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കുന്നതിനേക്കാളും മുൻപ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഓഫ് ഈ വാട്ടർ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് വളരെ കുറച്ച് കഴിക്കാൻ വേണ്ടി തോന്നുള്ളൂ. നമ്മൾ അപ്പിറ്റേറ്റ് ഭയങ്കര ലോ കാലറി ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഡ്രിങ്കാണ്. അപ്പം നമുക്ക് ഭയങ്കര വിശപ്പുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എപ്പോഴും വിശന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഡ്രിങ്ക് പ്രിഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വിശപ്പ് നല്ല പോലെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ 4ാമത്തെ ഡ്രിങ്കാണ് ആപ്പിൾ സിഡർ വിനെഗർ സ്ലിം ഡ്രിങ്ക് അഥവാ ACV സ്ലിം ഡ്രിങ്ക് എന്ന് പറയും. ഇതിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് ആപ്പിൾ സിഡർ വിനെഗർ. വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക. അതായത് ഒരു ഗ്ലാസ് ഓഫ് വാം വാട്ടർ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ എടുത്തിട്ട് ആ വാം വാട്ടറിലേക്ക് മിക്സ് ചെയ്യുക. നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്യണം. ആപ്പിൾ സിഡർ വിനെഗർ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് എടുത്ത് കുടിക്കരുത്. ഒരു ചൂട് വെള്ളത്തിലോട്ട് ഡൈല്യൂട്ട് ചെയ്യുക. ഒരു സ്പൂൺ ലൈം ജ്യൂസ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വയറിന് ഓക്കെ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ആഡ് ചെയ്യണ്ട, അല്ലെങ്കിൽ ലൈം ജ്യൂസ് കളയുക. ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നവർ ഒരു സ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. പിന്നെ ഒരു പിഞ്ച് ഓഫ് സിനമൺ, അതായത് കറുവപ്പട്ട പൊടിച്ചതിൻ്റെ പൊടി ഉണ്ടല്ലോ, ഒരു പിഞ്ച് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ബിഫോർ ലഞ്ച് ഓർ ഡിന്നർ വേണം ഇത് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ഇത് കഴിക്കരുത്. ബിഫോർ ലഞ്ച് ഓർ ഡിന്നർ വേണം ഈ ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. വളരെ അടിപൊളിയാണ്. ബിക്കോസ് നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഷുഗർ ക്രേവിങ്സ് അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാനുള്ള ഫുഡിൻ്റെ ഒക്കെ ഒരു ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ, അത് ഇത് കുടിക്കുന്നതോടുകൂടെ നമുക്ക് കുറയും. ആപ്പിൾ സിഡർ വിനെഗർ ബെസ്റ്റ് സാധനമാണ്. നമ്മുടെ ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ്. അപ്പം നിങ്ങൾ ഇത് കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി തോന്നുക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഷുഗറൊക്കെ ക്രേവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് നല്ല പോലെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ പറയുന്ന എല്ലാ ഡ്രിങ്ക്സും നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ അതോടെ ഞാൻ പറഞ്ഞ
ഏതെങ്കിലും ഒരു ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 1 മന്ത് അല്ലെങ്കിൽ 21 ഡേയ്സ് കഴിക്കുക, അല്ലെങ്കിൽ എന്നിട്ട് നെക്സ്റ്റ് ഡ്രിങ്ക് 21 ഡേയ്സ് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡ്രിങ്കും മാറി മാറി ട്രൈ ചെയ്യാനും പറ്റും. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും സൊല്യൂഷനും കിട്ടും ഈ ഡ്രിങ്ക്സ് മാറി മാറി ട്രൈ ചെയ്യുന്നതോടെ. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രിങ്ക് ഫോർ ദ ഡേ ഈസ് ജീര വാട്ടർ. അതായത് നിങ്ങൾക്കറിയാം ജീരക വെള്ളം നിങ്ങൾ കുടിക്കാറുണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ ചിലപ്പോൾ നോർമലി നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ ദാഹമുക്തിയൊക്കെ ഇട്ട് കുടിക്കുന്നതിന് പകരം ചിലർ ജീരക വെള്ളമൊക്കെയാണ് കുടിക്കാറ്. ദാറ്റ്സ് ബെസ്റ്റ് ഫോർ നമ്മുടെ ഹെൽത്തിന് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡെയിലി കുടിക്കുന്നുള്ളവർ അങ്ങനെ കുടിക്കുക. പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മൾ കുറച്ച് ജീരകം എടുക്കുക, തലേ ദിവസം കുറച്ച് ജീരകം എടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക, ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. മോർണിംഗ് ആ ജീരകം എടുക്കുക, എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച്, അതായത് ഇപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളത്തിലാണ് നിങ്ങൾ തിളപ്പിക്കുന്നതെന്ന് വെക്കുക, 1 ഗ്ലാസ് പകുതിയാക്കിയിട്ട് അത് വറ്റിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പെടുത്ത് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം കുടിക്കുക. ഇത് നമ്മൾ രാവിലെയാണ് കുടിക്കേണ്ടത്. അതായത് വെള്ളം കുടിച്ചതിന് ശേഷം വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക. ചെറു ചൂടോടെ വേണം ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ഡൈജഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഡൈജഷൻ നല്ല അടിപൊളിയാക്കും. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലി ഫാറ്റും നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ജീര വാട്ടർ ഹെൽപ്പ് ചെയ്യും. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലേ ആ ജീരകത്തിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഡ്രിങ്ക്സ്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഡ്രിങ്ക്സ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കാം. പക്ഷെ ഏത് ഡ്രിങ്കും നിങ്ങൾ എടുത്ത് കുടിക്കുവാണെങ്കിലും ഒരു ഡ്രിങ്ക് 21 ദിവസമെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഓരോരോ ഡ്രിങ്ക് മാറ്റി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മാസം ഗോൾ വെക്കുവാണെങ്കിൽ ഓരോ മാസം ഓരോ ഡ്രിങ്ക് ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ബെല്ലി ഫാറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഓവറോൾ ബോഡി ഫാറ്റ് ആയിക്കോട്ടെ, എല്ലാം കുറയാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്ക്സ് ആണ്. നിങ്ങൾ നോർമൽ വെള്ളം കുടിക്കുന്നതിന് പകരം ഈ വെള്ളങ്ങൾ കുടിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ ഡ്രിങ്ക്സ് ഒക്കെ ഓരോ ദിവസം ഒരു പ്രാവശ്യമൊക്കെ കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സും ഉണ്ട്. പിന്നെ ഞാൻ ആ ഒരു ലെമണിൻ്റെ ഡ്രിങ്ക് പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ എത്ര നേരം വേണമെങ്കിലും കുടിക്കാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ഓരോരോ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് ഓരോരോ ഡ്രിങ്ക്സ്. അപ്പോൾ നിങ്ങൾ മാറി മാറി ട്രൈ ചെയ്ത് നോക്കുക. ഇനി ലെമൺ ജ്യൂസ് അലർജി ഉള്ളവർ ലെമൺ ജ്യൂസ് ഒഴിവാക്കുക, ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കുക. സോ അപ്പോൾ വെയിറ്റ് ലോസിന് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഒരു 16 കിലോളം കുറച്ചത് ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുറച്ചത്. അതുപോലെ തന്നെ ഒന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ കാര്യമല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്ക് എന്തിനാണെങ്കിലും സമയമെടുക്കും. അത് നമുക്ക് എന്ത് കാര്യമായിക്കോട്ടെ നമുക്ക് സമയമെടുക്കും. വെയിറ്റ് കൂട്ടാനായിക്കോട്ടെ, കുറയ്ക്കാനായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ സ്കിൻ കെയർ ആയിക്കോട്ടെ, എല്ലാത്തിനും സമയമെടുക്കും. നമ്മൾ ചാടിക്കയറി ഇപ്പോൾ 2 ദിവസം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും സമയമെടുക്കും. ഗ്രാജുവലി ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാൻ ഗ്യാരണ്ടിയാണ് അതിന്. ഇപ്പം എനിക്ക് പലരും അറിയാം, കുറേ പേരും അറിയാം. ഞാനും ഇങ്ങനെ ആയിരുന്നു. കാരണം പുറത്ത് പോകാൻ ഇഷ്ടമല്ല, കല്യാണങ്ങൾ കൂടാൻ ഇഷ്ടമല്ല, കുറേ പേര് കൂടുന്ന സ്ഥലത്ത് പോകാൻ ഇഷ്ടമല്ല, ഫാമിലി ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദറിന് പോകാൻ ഇഷ്ടമല്ല, ചുമ്മാ വീടിൻ്റെ അകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു ടൈപ്പ് ആളായിരുന്നു. ബിക്കോസ് ഓഫ് എൻ്റെ വെയിറ്റ് കൂടി വരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നത് പോലും ഞാൻ വെയിറ്റ് കുറച്ച് എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഓക്കെ ആണ് ഇപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ഓക്കെ ആയി, കുറച്ച് പേരെ ഫേസ് ചെയ്യാനുള്ള എനിക്ക് ഓക്കെ ആയി എന്ന് എനിക്ക് ഉള്ളിലൊരു സെൽഫ് കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോലും ചെയ്യുന്നത്. സോ അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എങ്ങനെയായിരുന്നു, എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി, അത് എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. കാരണം ഞാനൊരു കുഴി മടിച്ചായിരുന്നു. ഞാൻ ഇത്രയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞ് ഭയങ്കര സ്ലിമ്മായിട്ട് ഇരിക്കാമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് കുറേ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. വെയിറ്റ് തടിച്ചിരുന്നതുകൊണ്ട്, വെയിറ്റ് കൂടിയതുകൊണ്ട്. ഇപ്പം അതെല്ലാം ഓക്കെ ആയി. എൻ്റെ എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും ഒരു കൺട്രോളിൽ ഞാൻ കൊണ്ടുവന്നു. അത് എൻ്റെ കൺസിസ്റ്റൻസി കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. സോ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വീഡിയോസൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഡ്രിങ്ക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പ്രീവിയസ് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് വെയിറ്റ് ലോസിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്ത് തോട്ട്സ് ആണോ ഉള്ളിൽ വരുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്തോളൂ.
സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സ്റ്റേ ഹെൽത്തി, നല്ലപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക ആൻഡ് നല്ലപോലെ വെള്ളം കുടിക്കുക. നമ്മൾക്ക് നമ്മുടെ പൊട്ട വെയിറ്റ്, അതായത് ഫാറ്റ് ഇൻക്രീസ് ആവാൻ എളുപ്പമാണ്, പക്ഷേ വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പം ഇന്നേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ടൊക്കെ കുറച്ച് അത്യാവശ്യം ഒരു 4-5 കിലോ ഒക്കെ കുറയ്ക്കാൻ പറ്റും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.